ആർക്കത് കഴിയണമെന്നില്ല. അതിന് രണ്ടിനും പകരം വെക്കാൻ മറ്റൊന്നില്ല. ജീവിതത്തിന് പകരമില്ലാത്ത രണ്ടോർമ്മകളെയുള്ളൂ. അത് നന്നായിട്ടറിയാമെന്ന് പ്രവാസികൾക്കും എനിക്കും അറിയാം. വർഷങ്ങൾ മാറി നിന്ന് അവസാനം വീട്ടിലേക്ക് പോയി എയർപോർട്ടിലിറങ്ങി വീടിന്റെ വാതിലിൽ പോയി മുട്ടുമ്പോ ഓടി വന്നിട്ട് ശരീരത്തിലെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് മക്കള് കവളത്ത് വെച്ച് തരുന്നൊരു മുത്തം. ആ മുത്തം നിന്നിട്ട് വാപ്പാട്ട പോക്കറ്റിലേക്ക് ഇറങ്ങുന്ന കൊച്ചുകൈ മിഠായുണ്ടോ എന്നറിയാൻ. അതിനു പകരം വേറൊരു അനുഭവം വേറെയില്ല. വാതിലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ മുഖം കാണുമ്പോ ഓടി വന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം നിന്ന് ജുബ്ബയുടെ പോക്കറ്റിലേക്ക് മിഠായി തേടി പോകുന്ന കൊച്ചുകൈയുടെ ഒരു ചെറിയ സ്പർശനം, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ഇനി പകരം വെക്കാൻ കഴിയാത്തൊരനുഭൂതി ചെറുപ്പകാലത്ത് കുളിച്ചിട്ട് കയറി വരുമ്പോ നന്നായിട്ട് തോർത്താൻ കഴിയാതെ തലയിലൂടെ വെള്ളമിച്ചിട്ട് വീഴുമ്പോ ഓടി വന്നിട്ട് ഇടത്തെ കൈകൊണ്ട് കരുത്തിലൂടെ കൈയിട്ട് നമ്മുടെ മുഖമെടുത്ത് വയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൺമണി തലയിൽ വെള്ളം നിന്നാൽ പനി പിടിക്കും മുത്തേ എന്ന് പറഞ്ഞ് തലയിൽ കിടക്കുന്ന അടുക്കളയുടെ കരിപുരണ്ട തലമുണ്ടെടുത്ത് ഉമ്മ നമ്മുടെ തല തോത്തി തന്ന ആ പഴയ ഒരു സ്മരണ, അത് ലോകത്തിലെ ഏത് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിന്റെ ബാത്ത് ടപ്പിന് സുഖം തരാൻ കഴിയില്ല. അടുക്കളയിലെ കരിപുരണ്ട ചോറിന്റെ പാത്രത്തിന്റെ തലയിൽ പിടിച്ച അടുക്കളയുടെ ദുർഗന്ധം പുകന്ന ഉമ്മയുടെ തലയിൽ കിടന്ന തലമുണ്ട്. അതിന് പകരം വെക്കാൻ ഒരു മണം വേറെയില്ല. അതെടുത്തിട്ട് നമ്മുടെ തല ഇങ്ങനെ തോർത്തി തന്ന മോനെ തലയിൽ വെള്ളം നിന്നാൽ പനി പിടിക്കും പൊന്നുമോനെ. അത്താഴം കഴിക്കാതെ കിടന്നിറങ്ങുമ്പോ ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചിട്ട് അത്താഴം കഴിഞ്ഞില്ലെങ്കിൽ അരക്കാടയുടെ ഇറച്ചി കുറയുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഉറക്കത്തിൽ വാരിത്തന്ന ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ കാഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോം നിർണയം. വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളൂടിയിൽ അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു ഞാൻ. ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. കലാഭവമണിയുടെ പൈസ എടുത്ത് കുടിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്ത കൂട്ടുകാരെവിടെ? ഞാനിതൊക്കെ ഞാൻ മനഃപൂർവ്വം പറയാണ്. നിനക്കൊടിച്ചു തന്ന് നിന്നെ മരിപ്പിച്ച കൂട്ടുകാരില്ല. ആകെ നിനക്ക് വേണ്ടി കരയാനല്ലേ നിന്നെ കബറിന്റെ മുകളിൽ മലന്ന് കിടന്നിട്ട് എന്റെ ഉപ്പ പോയല്ലോ, എന്റെ ഭർത്താവ് പോയല്ലോ, എന്റെ മക്കള് പോയല്ലോ. നൊന്ത് പ്രസവിച്ച ഉമ്മക്കും കട്ടപ്പെട്ട് വളർത്തിയ വാപ്പക്കും സ്നേഹിച്ചു കൂടെ കിടന്ന ഭാര്യക്കും വാപ്പ വരുന്നതും കാത്തു വാതിൽപ്പടിയിൽ കാത്തുനിന്ന മക്കൾക്കുമല്ലാതെ വേറെ ആർക്കാണ് നഷ്ടമുള്ളത്?